വാർത്തകൾ വിശദമായി. മുൻമന്ത്രി കെ ബാബുവിനെതിരെ കുരുക്കം മുറുകുന്നു. ബാബുവിനെതിരെ അന്വേഷണം തുറമുഖ വകുപ്പിലേക്കും ബാബു കൈകാര്യം ചെയ്ത മറ്റു വകുപ്പുകളിലും വൻ ക്രമക്കേട്. സ്വത്ത് സമ്പാദ്യ പരിശോധനയിൽ വിജിലൻസ് ഇതുവരെ പിടിച്ചെടുത്തത് 200-ൽ പരം രേഖകളാണ്. ബാബുവിന്റെ വിദേശയാത്രകളടക്കം വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. തുറമുഖ വകുപ്പ് കേന്ദ്രീകരിച്ച് ക്രമക്കേട് നടത്തിയതായാണ് വിജിലൻസിന് വിവരം ലഭിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ വിജിലൻസ് പരിശോധിച്ചു വരികയാണ്. തൃപ്പൂണിത്തുറയിൽ ബാബുവിന്റെ ബിനാമി ബാബുറാമിന്റെ 20 ഏക്കറോളം വരുന്ന ഭൂമിയിലേക്ക് തുറമുഖ വകുപ്പ് ഫണ്ട് ഉപയോഗിച്ചാണെന്നാണ് കണ്ടെത്തൽ. ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നിർമ്മാണം. കൂടാതെ മന്ത്രിയായിരുന്ന സമയത്തെ വിദേശയാത്രകളെക്കുറിച്ചും വിജിലൻസ് പരിശോധിക്കുന്നുണ്ട്. സിംഗപ്പൂർ, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്ക് ഉൾപ്പെടെ യാത്ര നടത്തിയതിന് സർക്കാർ അനുമതി ഉണ്ടോ എന്നും ആരൊക്കെയായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നും വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. ഇതിനിടെ 45 ലക്ഷം രൂപയുടെ ആഡംബര കാർ വാങ്ങാൻ ചെലവഴിച്ച പണത്തിന്റെ ഒരു പങ്ക് പ്രമുഖ അബ്കാരിയുടെ അക്കൗണ്ടിൽ നിന്നാണെന്നും വിജിലൻസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ചും വിജിലൻസ് അന്വേഷിച്ചു വരികയാണ്. ബാബുവിന്റെ പാസ്പോർട്ട് ഉൾപ്പെടെ പിടിച്ചെടുത്ത രേഖകൾ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ നേരത്തെ സമർപ്പിച്ചിരുന്നു. ഇവ തിരികെ വാങ്ങിയ ശേഷം വിശദമായ പരിശോധന നടത്തും. ഒരാഴ്ചയ്ക്കകം രേഖകളുടെ പരിശോധന പൂർത്തിയാക്കി ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കാനാണ് വിജിലൻസിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ തനിക്കെതിരെയുള്ള വിജിലൻസ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ ഹൈക്കോടതിയെ സമീപിച്ചു. തനിക്കെതിരെയുള്ള എഫ്ഐആർ നിലനിൽക്കില്ലെന്നാണ് ഹർജിയിലെ പ്രധാന വാദം. ഈ സാഹചര്യത്തിൽ അറസ്റ്റും ചോദ്യം ചെയ്യലും ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മൈക്രോ ഫിനാൻസ് ഇടപാടിൽ പിന്നോക്ക വികസന കോർപ്പറേഷന്റെ പണം ദുരുപയോഗം ചെയ്തുവെന്ന പരാതിയിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. VS അച്യുതാനന്ദൻ സമർപ്പിച്ച പരാതിയിൽ വിജിലൻസ് തിരുവനന്തപുരം യൂണിറ്റിന്റെ അന്വേഷണം അന്തിമഘട്ടത്തിലെത്തിയപ്പോഴാണ് വെള്ളാപ്പള്ളി ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തനിക്കെതിരെയുള്ള എഫ്ഐആർ റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ഇടപാടിൽ തനിക്ക് നേരിട്ട് പങ്കില്ല. പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്നും വായ്പയെടുക്കാൻ അനുമതി ആവശ്യപ്പെട്ട് യൂണിയനുകൾ നൽകിയ അപേക്ഷ അംഗീകരിക്കുക മാത്രമാണ് ചെയ്തത്. ഈ സാഹചര്യത്തിൽ തനിക്കെതിരെയുള്ള എഫ്ഐആർ നിലനിൽക്കില്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. വെള്ളാപ്പള്ളിയെ കൂടാതെ യോഗം പ്രസിഡന്റ് ഡോക്ടർ സോമൻ, മൈക്രോ ഫിനാൻസ് കോർഡിനേറ്റർ KK മഹേഷൻ എന്നിവരും ഇതേ ആവശ്യമുന്നയിച്ച് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കുറഞ്ഞ പലിശയ്ക്ക് പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്നും ലഭിച്ച പണം 15% കൂടിയ പലിശയ്ക്ക് താഴെത്തട്ടിലുള്ള ശാഖകൾക്ക് വിതരണം ചെയ്തുവെന്നായിരുന്നു പരാതി. വിജിലൻസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ക്രമക്കേട് സംബന്ധിച്ച് നിരവധി തെളിവുകൾ ലഭിച്ചിരുന്നു. ഇതിനു പിന്നാലെ വെള്ളാപ്പള്ളിയെ ഒന്നാം പ്രതിയാക്കി പ്രഥമ വിവര റിപ്പോർട്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. വിജിലൻസ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് സൂചന ലഭിച്ചതോടെയാണ് വെള്ളാപ്പള്ളി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സൗമ്യ വധക്കേസിൽ വഴിത്തിരിവ്. ഗോവിന്ദച്ചാമി സൗമ്യയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടതിന് തെളിവ് എവിടെയെന്ന് സുപ്രീംകോടതി. ഗോവിന്ദച്ചാമി സൗമ്യയെ കൊലപ്പെടുത്തിയെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തണമെന്നും സുപ്രീംകോടതി. വധശിക്ഷയ്ക്കെതിരായ ഹർജിയിൽ വാദം കേൾക്കവെയാണ് സുപ്രീംകോടതി നിർണായക ചോദ്യങ്ങൾ ഉന്നയിച്ചത്. കേരളത്തെ പിടിച്ചുകുലുക്കിയ സൗമ്യ വധക്കേസിലാണ് കൃത്യമായ തെളിവുകളുടെ അഭാവം സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടിയത്. കൊലപാതകത്തിനു മുമ്പ് സൗമ്യ ബലാത്സംഗത്തിന് ഇരയായി എന്ന് ശാസ്ത്രീയമായി അംഗീകരിച്ച സുപ്രീംകോടതി പക്ഷേ കൊലപാതക കുറ്റം പൂർണ്ണമായും അംഗീകരിച്ചില്ല. ഗോവിന്ദച്ചാമി വധിച്ചതിന് കൂടുതൽ തെളിവുകൾ വേണം. സൗമ്യയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ടതിന് തെളിവുണ്ടോ എന്നും കോടതി ആരാഞ്ഞു. സൗമ്യ സഞ്ചരിച്ചിരുന്ന ബോഗിക്ക് സമീപമുള്ള ജനറൽ കമ്പാർട്ട്മെന്റിലെ വാതിലിൽ നിന്ന് ഒരാളുടെ സാക്ഷിമൊഴിയാണുള്ളത്. ട്രെയിനിൽ നിന്നും ചാടുന്നത് കണ്ടു എന്നാണ് സാക്ഷിമൊഴി. ഇത് തള്ളിയിട്ടതാണോ അതോ സൗമ്യ സ്വയം ചാടിയതാണോ എന്ന് സുപ്രീംകോടതി ആരാഞ്ഞു. മരണകാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന തലക്കേറ്റ മുറിവ് വീഴ്ചയിലും സംഭവിക്കാം. അത് ഗോവിന്ദച്ചാമി കല്ലുകൊണ്ടിടിച്ചുണ്ടാക്കിയ മുറിവാണോ എന്ന് വ്യക്തമാക്കണമെന്നും ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചു. സാഹചര്യ തെളിവുകൾ മാത്രമാണ് കൊലപാതക കുറ്റം തെളിയിക്കാനായുള്ളത്. പ്രോസിക്യൂഷനു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ തോമസ് P. ജോസഫ് ഹാജരായി. ഗോവിന്ദച്ചാമിയുടെ അഭിഭാഷകന്റെ വാദവും പൂർത്തിയായതിനെ തുടർന്ന് വിധി പറയാൻ കേസ് മാറ്റി. വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗോവിന്ദച്ചാമിയാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. 2011 ഫെബ്രുവരി 1 കൊച്ചി ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിലെ യാത്രക്കാരിയായ സൗമ്യ വധിക്കപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഗോവിന്ദച്ചാമിയെ രക്ഷിക്കാൻ ശ്രമം നടക്കുന്നതായി സൗമ്യയുടെ അമ്മ. കേസിന്റെ വിശദാംശങ്ങൾ അറിയാവുന്നത് അഡ്വക്കേറ്റ് സുരേഷിനെന്നും സുരേഷിനെ സുപ്രീംകോടതി അഭിഭാഷകനാക്കണമെന്നും സൗമ്യയുടെ അമ്മ. കേസിൽ തെളിവില്ലെന്ന വാദം തെറ്റാണ്. സൗമ്യയുടെ ശരീരത്തിൽ നിന്നടക്കം തെളിവുകൾ ലഭിച്ചിരുന്നതായും സൗമ്യയുടെ അമ്മ പറഞ്ഞു. ഗോവിന്ദച്ചാമി ഒരിക്കലും പുറത്തിറങ്ങരുത്. നമുക്ക് വേണ്ടത് ഹൈക്കോടതി വാദിച്ച സുരേഷൻ വക്കീൽ തന്നെ സുപ്രീം കോടതി വാദത്തിന് വരണം. ഈ കേസ് അന്വേഷിച്ച സാറുമാരും എല്ലാവരും അവിടെ എത്തണം. ഇത് തെളിവില്ല എന്ന് പറഞ്ഞത് എന്തേന്നുള്ളത് എനിക്കും അറിയാതെ ഇപ്പൊ ഞാനിരിക്കണത്. ഒരു അമ്മയുടെ വിഷമം എന്താണെന്നും കൂടി മനസ്സിലാക്കണം. ഏത് കോടതി വാദിക്കുകയാണെങ്കിലും ഒരു അമ്മയുടെ വേദന എന്താണെന്ന് മനസ്സിലാക്കണം. വാർത്തകൾ തുടരുന്നു. മുംബൈയിൽ നഴ്സായിരുന്ന പ്രീതി രതിയെ ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അങ്കുർ പൻവറിന് വധശിക്ഷ. മുംബൈയിലെ പ്രത്യേക വനിതാ കോടതിയാണ് ശിക്ഷ വിധിച്ചത്.
മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷനായി സ്മാർട്ട് സിറ്റി ഡയറക്ടർ ബോർഡ് പുനഃസംഘടിപ്പിച്ചു. സ്മാർട്ട് സിറ്റിയുടെ നിർമ്മാണ പുരോഗതി തൃപ്തികരമാണെന്ന് ഡയറക്ടർ ബോർഡ് യോഗം വിലയിരുത്തി. പദ്ധതി 2020 പൂർത്തിയാകുമെന്ന് വൈസ് ചെയർമാൻ ജാബിർ ബിൻ ഹാഫിസ് അറിയിച്ചു. സംസ്ഥാനത്ത് 13ാം പഞ്ചവത്സര പദ്ധതിയുടെ നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകാൻ പ്ലാനിംഗ് ബോർഡ് യോഗം തീരുമാനിച്ചു. 2 ലക്ഷം കോടി രൂപയുടെ പദ്ധതിയാണ് ലക്ഷ്യം വെക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ വികസനത്തിലേക്ക് നയിക്കുക എന്നതിനാണ് പദ്ധതിയിൽ പ്രഥമ പരിഗണനയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സമ്പൂർണ്ണ പ്ലാനിംഗ് ബോർഡ് യോഗ തീരുമാനങ്ങൾ തിരുവനന്തപുരത്ത് വിശദീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരക്കിനനുസരിച്ച് റെയിൽവേ ടിക്കറ്റിന്റെ നിരക്ക് കൂട്ടാനുള്ള റെയിൽവേ മന്ത്രാലയത്തിന്റെ തീരുമാനം അടിയന്തരമായി പിൻവലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. കേരളത്തിന് ഏറ്റവും ദോഷകരമായ തീരുമാനമാണിത്. രാജധാനി തുരന്തോ ശതാബ്ദി ട്രെയിനുകളുടെ യാത്രയ്ക്ക് 50% വരെ ടിക്കറ്റ് നിരക്ക് കൂട്ടാനാണ് നീക്കം. ഇത് ആദ്യഘട്ടമാണ്. പിന്നീട് എല്ലാ ട്രെയിനുകൾക്കും ഇത് ബാധകമാക്കാനാണ് ശ്രമം. ഇത് തീവണ്ടി യാത്രക്കാരോടുള്ള കടുത്ത ചൂഷണമാണ്. തിരക്കിനനുസരിച്ച് നിരക്ക് കൂടുമ്പോൾ ആദ്യം ബുക്ക് ചെയ്യുന്ന 10% യാത്രക്കാർക്ക് മാത്രമേ നിലവിലെ നിരക്കിൽ യാത്ര സാധ്യമാകൂ. ഇത് റെയിൽവേ യാത്രക്കാരോടുള്ള വെല്ലുവിളിയാണ്. തീരുമാനം പിൻവലിച്ച് യാത്രക്കാർക്ക് അനുകൂലമായ സമീപനം റെയിൽവേ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഓഫീസ് സമയത്ത് ആഘോഷം പാടില്ലെന്ന സർക്കാർ ഉത്തരവ് വെല്ലുവിളിച്ച് സർക്കാർ ജീവനക്കാർ സെക്രട്ടേറിയറ്റിൽ ഒരു വിഭാഗം ഓണം ആഘോഷിച്ചു. സെക്രട്ടേറിയറ്റിലെ കോൺഗ്രസ് അനുകൂല സംഘടനയുടെ നേതൃത്വത്തിലും പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യത്തിലുമായിരുന്നു സർക്കാർ ഉത്തരവ് ലംഘിച്ച് പരിപാടി അരങ്ങേറിയത്. ഇന്ത്യയുടെ സ്വന്തം ക്രയോജനിക് എഞ്ചിൻ GSLV F5 വിക്ഷേപണം വിജയകരം. കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമായ ഇൻസാറ്റ് 3D ഭ്രമണപഥത്തിലേക്ക് റോക്കറ്റിലേക്ക് ഇന്ധനം എത്തിക്കുന്ന പൈപ്പിൽ ചെറിയ തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് അവസാന നിമിഷം വിക്ഷേപണ സമയം 40 മിനിറ്റ് ദീർഘിപ്പിച്ചത് ആശങ്കയുണ്ടാക്കിയിരുന്നു. GSLV F5 വിജയം ഇന്ത്യയുടെ ചന്ദ്രയാൻ ദൌത്യത്തിന് പുതിയ പ്രതീക്ഷകളേകുന്നതാണ്.